ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ ഒരു ഗവൺമെൻറ് അധികാരത്തിൽ വരണോ വേണ്ടയോ, അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം. ഇന്ത്യ രാജ്യത്താണെങ്കിൽ BJP ആണ് ഭരിക്കുന്നത് എങ്കിൽ പോലും RSS ആണ് അതിൻ്റെ പിന്നിലുള്ള ചാലകശക്തി. അതുപോലെ തന്നെ കേരളത്തിൽ UDF ആണ് അധികാരത്തിൽ വരാൻ പോകുന്നതെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്നത് ജമാഅത്തെ ആയിരിക്കും. അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ രാഷ്ട്രീയ വശം. അത് നല്ല രൂപത്തിൽ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ മുസ്ലിം ലീഗിലും UDFലും ശക്തമായിട്ടുള്ള അമർഷവുമുണ്ട്. മുസ്ലിം സമുദായത്തിലെ പ്രധാനപ്പെട്ട മതസംഘടനകളെല്ലാം UDFൻ്റെ ഈ അവിശുദ്ധ കൂട്ടുകെട്ടിനെതിരായി ശക്തമായി പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കേരളത്തിലെ UDFൻ്റെ ശവപ്പറമ്പാകാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും അതിന് ശേഷമുള്ള നമ്മുടെ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. അന്ന് ഞാനത് പറഞ്ഞു, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പറഞ്ഞു, ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരിക്കലും ഈ വർഗീയ ഭീകരവാദ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഷ്ട്രീയമായി ഒളിഞ്ഞോ തെളിഞ്ഞോ ഒരു മുന്നണി ഉണ്ടാക്കിയിട്ടില്ല, ഒരു അഡ്ജസ്റ്റ്മെന്റും ഉണ്ടാക്കിയിട്ടില്ല. അതിൽ ശക്തമായിട്ട് സംഘടനാപരമായ പരിശോധന നടത്തും. അത് നിങ്ങളോട് പറയേണ്ടതില്ലല്ലോ. നടത്തും എന്ന് പറഞ്ഞാൽ നടത്തും.